മരണപ്പെട്ട ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് വളരെ ലളിതമായിട്ട് മൂത്രത്തിന്റെ ട്യൂബ് നീക്കം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഈ മൂത്രത്തിന്റെ ട്യൂബിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് മൂത്രനാളിയിലൂടെ മൂത്ര സഞ്ചിയിലേക്ക് കടന്നു പോകുന്ന ഒരു ഭാഗം, മുകൾ ഭാഗം. പിന്നെ താഴെ 2 ട്യൂബുകളുണ്ട്. ഒരു ട്യൂബ് മൂത്രം ശേഖരിക്കുന്ന സഞ്ചിയിലേക്കുള്ളതാണ്. പിന്നെ ഒരു ട്യൂബ് വെറുതെ നിൽക്കുന്ന ഒരു ട്യൂബും ഉണ്ട്. ഇതിൽ നമ്മൾ ഇതിന്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്കറിയാം ഒരു ബൾബ് പോലെ പൊന്തിൽക്കുന്ന ഇത് വെറും വെള്ളമാണ്. ഈ വെറുതെ നിൽക്കുന്ന ഈ ട്യൂബിലൂടെ നമ്മൾ സിറിഞ്ച് ഉപയോഗിച്ച് അടിച്ചു കയറ്റിയ വെള്ളമാണ് ഈ മുകളിലെ ഇവിടെ നിൽക്കുന്നത്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ട്യൂബ് താഴോട്ട് വീണ് പോകാതിരിക്കാൻ വേണ്ടി ഈ വീർത്ത് നിൽക്കുന്ന വെള്ളം ഒരു തടസ്സമായി നിൽക്കും. അതുകൊണ്ട് ഈ ട്യൂബ് യഥാവിധം മൂത്രസഞ്ചിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ ബൾജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നീക്കം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ വെറുതെ നിൽക്കുന്ന ഈ ട്യൂബ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഈ വെള്ളം ഈ ട്യൂബിലൂടെ പുറത്തു പോവുകയും ഈ ട്യൂബ് പുറത്തേക്ക് ചാടിപ്പോരുകയും നമ്മൾ പ്രത്യേകിച്ച് പിടിച്ച് വലിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഈ സൈഡിലെ ഈ ട്യൂബ് കട്ട് ചെയ്യുമ്പോൾ അതിലൂടെ പുറത്തേക്ക് വെള്ളം പോവുകയും അതോടുകൂടി തന്നെ ഈ ട്യൂബ് താഴോട്ട് ചാടിപ്പോവുകയും ചെയ്യും.